എല്ലാ മോഡേൺ ഡേ അമ്മമാരും നേരിടുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആയിരിക്കും, നിങ്ങൾ എന്താ എപ്പോഴും ഇത്ര എക്സോസ്റ്റഡ്, ഇത്രമാത്രം എന്ത് പണിയാണോ? ബിക്കോസ് മോഡേൺ ഡേ പേരന്റിംഗിൽ എന്ത് പണിയാണുള്ളത്? അത് ഒട്ടും തന്നെ ടാക്സിങ് ഓർ ട്രെയിനിങ് അല്ല. ആഫ്റ്റർ ഓൾ മോഡേൺ ഡേ പേരന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എപ്പോഴും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആൻഡ് കെയറിംഗ് ആയിട്ടിരിക്കും. നമ്മൾ നമ്മുടെ കുട്ടികളെ നന്നായി ഡിസിപ്ലിൻ ചെയ്യണം. ബട്ട് ഡിസിപ്ലിൻ ചെയ്യാന്ന് പറയാൻ പാടില്ല, നമ്മൾ ജെന്റിൽ ആണെന്ന് പറയണം. നമ്മൾ അവരോട് നല്ല ജെന്റിൽ ആയിരിക്കണം. ബട്ട് വെയിറ്റ്, പെർമിസീവ് ആവാൻ പാടില്ല. നമ്മൾ അവരോട് ഫേം ആയിട്ടിരിക്കണം. ബട്ട് ഓവർ ഫേം ആവാൻ പാടില്ല, ബിക്കോസ് അതിന് പണിഷ് ചെയ്യാന്ന് പറയും. അവരുടെ എല്ലാ ഇമോഷൻസും വാലിഡേറ്റ് ചെയ്യണം. ബട്ട് വെയിറ്റ് എ സെക്, എല്ലാ ഇമോഷൻസും വാലിഡേറ്റ് ചെയ്താൽ അവരെങ്ങനെ റെസീലിയൻസ് പഠിക്കും, എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു കഴിവൊക്കെ പഠിക്കും. നമ്മൾ എപ്പോഴും പ്രസന്റ് ആയിട്ടിരിക്കണം. ബട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യണം. സെൽഫ് ലവ്, സെൽഫ് കെയർ, ഇതെല്ലാവർക്കും റോൾ മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ബട്ട് സെൽഫിഷ് ആവാൻ പാടില്ല. സ്വന്തം കാര്യം നോക്കുന്നതിന് സെൽഫിഷ് എന്നല്ലേ പറയാ? ഒരു ഹെൽത്തി ആയിരിക്കണം, ഹെൽത്തി ആയി കഴിക്കണം, ഫിറ്റ്നസ് നോക്കണം, ജിമ്മിൽ പോകണം, നല്ല വസ്ത്രം ധരിക്കണം, എല്ലാവരും എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കണം. കുട്ടികളുടെ കാര്യം, വീട്ടുകാരുടെ കാര്യം, എല്ലാവരുടെ കാര്യം നന്നായി ചെയ്യാൻ നോക്കണം. ഇടയില്ലാത്ത പോലെ ജോലി ചെയ്യണം, ജോലിയില്ലാത്ത പോലെ വീട് നോക്കണം. രണ്ടും ഒരുപോലെ ബ്യൂട്ടിഫുള്ളി മാനേജ് ചെയ്യാൻ നോക്കണം. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത്, ഓ എന്തൊരു കംപ്ലൈനിങ് ആണ് എപ്പോൾ നോക്കിയാലും, എല്ലാവരുടെ എല്ലാ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യും. ബട്ട് നമ്മുടെ ഇമോഷൻസ് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളെല്ലാവർക്കും ആ ഒരു ടോൺ ആൻഡ് ഡെക്കോറം സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടിരിക്കണം. എല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് മാനേജ് ചെയ്തോ. പ്ലീസ് നോട്ട്, നിങ്ങൾക്ക് ആരും ഒരു മെഡലൊന്നും തരാൻ പോകുന്നില്ല. പോട്ടെ, ഒരു താങ്ക് യു പോലും ഉണ്ടാവില്ല. ഇതൊന്നും പറയട്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ പാളിക്കൽ വന്നാൽ കുറ്റം എപ്പോഴും നിങ്ങളുടെ തന്നെ ആയിരിക്കും. അപ്പോൾ മോഡേൺ ഡേ പേരന്റിംഗിൽ എന്ത് ബുദ്ധിമുട്ടുള്ളത്? വളരെ സിമ്പിൾ അല്ലേ?